വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ചേച്ചിക്ക് 7 മാസമായി. അപ്പോൾ നാളെ വളക്കാപ്പാണ്. അപ്പോൾ ചേച്ചിക്ക് മെഹന്തി ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് അമ്മൂനെ കൊണ്ടിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു പോവാട്ടാ. ചാച്ചാ ചാച്ചാ ചാച്ചാ. ഓ ശരിടാ, ബൈ. അവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങി അരമണിക്കൂറൊക്കെ വേണം. പിന്നെ ഇന്നലെ ബോണ്ണത്താലയായി കാരണം അവൾ എണീറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൾ ഇന്നലെ ഉണ്ടായിരുന്നു ബോണ്ണത്താലയ്ക്ക്. ഞാൻ തന്നെ എണീറ്റത് നേരം വൈകിട്ട്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അവളെയും കൂട്ടിയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോകാം. ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്തി. ഓ നിന്നെ കാണില്ല ദേ അമ്മു ഗൈസ്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പിണങ്ങി നിക്കണ ഒരുത്തരം ഇവിടെ. സുട്ടു എന്തിനാ പിണങ്ങിയേ? അയ്യോ അപ്പു അവിടെ. ഗൈസ് അപ്പു ഗൈസ് എന്താണ് എന്താ കിടക്കിടക്കേ? ഞാൻ ഇട്ടാ വാ എനിക്ക് വായി ഇങ്ങട്. സുട്ടു വായോ ഡാ. അപ്പോൾ ഇതാണ് സുട്ടു, അവരുടെ ചേച്ചിയുടെ ഉണ്ണിയാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഭയങ്കര പിണങ്ങിയിരിക്കുക. അപ്പോൾ എന്താ ചോദിച്ചിട്ട് ഒന്നും അവൻ മിണ്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞാൻ വിളിച്ചിട്ട് പിന്നെ അവസാനം അവൻ സെറ്റായി. മിഠായിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ അവൻ വന്നു. കുറേ നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ട്. ചെന്നപ്പോൾ തന്നെ അമ്മൂനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അവൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സുട്ടുവിനൊക്കെ കളിപ്പിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയി. അവൻ തീരെ പ്രാവശ്യം എൻ്റെ അടുത്തേക്ക് വന്നില്ല. അല്ലെങ്കിൽ ഒരു വിധം ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ സെറ്റായി കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുക, തീരെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കാൻ പോയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ തന്നെ പോയിരുന്ന് ടി വിയിൽ കാർട്ടൂണൊക്കെ കണ്ടങ്ങനെ കുറച്ച് നേരം സെറ്റായിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റി എനിക്ക് ടാങ്കൊക്കെ കലക്കി തന്ന്. അപ്പോൾ ആൻറ്റിയുടെ വീഡിയോ എടുക്കുമ്പോൾ എടുക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ കുറേ എടുക്കാത്തതില്ല, കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ട് നിർത്തി. നമ്മൾ ഇവിടുന്ന് പോവാ ചേച്ചിയുടെ ഇടയ്ക്ക്. ഉച്ചയായി, നേരത്തെ പോകുന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നപ്പോൾ പിന്നെ ഈ സമയം ചേച്ചിയുടെ വീട്ടിലെത്തി. അയ്യോ ചേച്ചി ഉണ്ടാവുമോ എന്തോ, എന്നെ വലിയ കാര്യമായിട്ട് വിളിക്കാത്ത കാരണം ചേപ്പൂര എന്തിനാ ഞെട്ടി എനിക്കാനോ. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ വേണ്ടിയതൊക്കെ ചേച്ചി. അപ്പോൾ ഞങ്ങൾ കയറി ചെന്ന ടൈമിൽ ചേച്ചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലായിരുന്നു. അപ്പോൾ ചേച്ചി നാളെ ഇടാനുള്ള ഓർണമെൻറ്റ്സും സംഭവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മാലയാണ് നല്ലത്, അത് വേണോ ഇത് വേണോ, അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡിസ്കഷനിലായിരുന്നു മാലയും കമ്മലിൻ്റെ ഒക്കെ. അപ്പോൾ നാളെ സാരി എടുത്തിട്ടാണല്ലോ വളക്കാപ്പിന് നിൽക്കുക. അപ്പോൾ ചേച്ചി സാരിക്ക് മാച്ചാവണ മറ്റേ മാലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരായിരുന്നു. ഇത് ചേച്ചിയുടെ അമ്മയാണ്. അപ്പോൾ ചേച്ചിയുടെ അമ്മ പുറത്ത് പോയിട്ട് വന്നോളൂ. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഗോകുൽ ചേട്ടൻ. ചേച്ചിയുടെ പേര് നൂനു ചേച്ചി എന്നാണ്. നൂനു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. പക്ഷേ ശരിക്കത്തെ പേര് ആഗ്നസ് എന്നാണ്. പക്ഷെ നമ്മൾ നൂനു എന്നാണ് കൂടുതലും വിളിക്കാറ്. മൈലാഞ്ചി ഇടലൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരുന്നു ചേച്ചി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി ഇടാനിരുത്താമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക. മൈലാഞ്ചി നമ്മൾ മെയിനായിട്ട് വളക്കാപ്പിൻ്റെ മെഹന്തി ഇടാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് പിടിച്ച് പോയിട്ട് നമുക്ക് അവിടെ ചെന്നപ്പോൾ മെയിനായിട്ട് കിട്ടിയ കണ്ടൻറ്റ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ടതായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1-2 മണിക്കൂറോളം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടാണ് കഴിഞ്ഞത്. മെഹന്തി ഇടാനായിട്ടുള്ളതായിരുന്നു മെയിനായിട്ട് കണ്ടൻറ്റ് ഞാൻ ഉദ്ദേശിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അത് മാറി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കലായിരിക്കും. പിന്നെ ചേച്ചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എടുക്കുന്നു, ചേട്ടൻ ഉണ്ടാക്കുന്നത് എടുക്കുന്നു, അമ്മ ഉണ്ടാക്കുന്നത് എടുക്കുന്നു. അങ്ങനെ മൊത്തം കിച്ചണിലായിരുന്നു വ്ളോഗിങ് ഫുള്ള്. പിന്നെ ചേച്ചി രാവിലെ സേമിയ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഭയങ്കര കാര്യമായിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
എല്ലാവരുടെ വീട്ടിലേക്ക് എത്തിച്ചു നോക്കുന്ന അമ്മു. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു കണ്ണാട കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ്. ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോ കുറച്ച് നേരം എടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നിൽ കുറച്ച് നേരം അങ്ങനെ നിന്ന്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ഗോബി ആയിരുന്നു കറി. അപ്പോൾ ചേച്ചി ഓൾറെഡി വേഗം കറിയൊക്കെ സെറ്റാക്കി പോന്നു. അല്ലെങ്കിൽ പിന്നെ നല്ലോണം ലേറ്റാവും. ഓൾറെഡി നമ്മൾ ലേറ്റായി, ഉച്ച ഒരു ടൈമൊക്കെ ആയി. അപ്പോൾ പിന്നെ ചേച്ചി മെഹന്തി ഇടാനായിട്ടിരുന്നു. അതുകൊണ്ട് ഫ്രൈഡ് റൈസിൻ്റെ ഡ്യൂട്ടി ചേട്ടനും അമ്മും കൂടിയിട്ടായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഫ്രൈഡ് റൈസൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം ഇരുന്നിട്ട് കുറച്ചൊന്ന് മെഹന്തി ഇട്ടു. അപ്പോഴേക്കും പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമായി. ഇങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ്? നല്ല രസമുണ്ട് കാണാനാട്ടോ പറഞ്ഞത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കലും കഴിഞ്ഞു, തിന്നലും കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന മെഹന്തിയിടലാണ് മെയിനായിട്ടുള്ള നമ്മുടെ കണ്ടന്റ് ആയിരുന്നു ഇവിടുന്ന് പോവണ വരെ. പക്ഷെ അവിടെ എത്തിയപ്പോൾ പിന്നെ നമ്മൾ നൈസായിട്ടൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേക്ക് കണ്ടന്റ് മാറ്റിയിരുന്നു. അങ്ങനെ നമ്മളൊരു ഇഷ്ടമായിട്ടുള്ളൊരു ഡിസൈനൊക്കെ നോക്കി 2 കൈയിലും ഫുള്ളായിട്ട് നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് ചേച്ചിക്ക് ഇഷ്ടമൊക്കെ. പിന്നെ ചേച്ചി മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഊരി വെച്ചിട്ടുള്ള കൈച്ചേൻ്റെ തൂക്കം നോക്കിയിട്ടാണ് ചേട്ടൻ അവിടെ നിൽക്കുന്നത് കുറച്ച് നേരമായിട്ട്. അപ്പോൾ നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വേഗം ഇറങ്ങി. കാരണം ഒരു 6 മണി ആ ഒരു സമയമൊക്കെ നല്ലോണം ലേറ്റായി. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ച്. വരും അടുത്ത നമ്മള് വരുമ്പോ ഇങ്ങനെ നല്ലായിരുന്നു. മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാണ് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് ഏറ്റവും ഉണ്ടോ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ മണി 6 മണിയാ പറയും. വല്ലതും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? 6 മണിയാ പറയും. നമ്മളെപ്പോഴാ വന്നേ? 12 മണിയാ. 12 മണി 11:30. നമ്മള് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആൻറ്റിയുടെ വീട്ടിലെത്തി. ആൻറ്റിയോടെ നിന്ന് ചെടി നനയ്ക്കുന്നു ഗൈസ്. പിന്നെ ഈ ചൂലും പിടിച്ചിട്ട് ഇന്ന് നടന്നില്ല ആ വിശേഷം അമ്മോട് പറയണം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് അമ്മേൻ്റെ അടുത്ത് വിശേഷമൊക്കെ പറയണത്. ഇനി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് എത്തണം. അപ്പോൾ കുറച്ചുകൂടി ലേറ്റ്. അപ്പോൾ പിന്നെ വേഗം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു വീട്ടിൽ. അപ്പോൾ ചേച്ചിക്ക് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂനെ വീട്ടിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണത് അമ്മൂൻ്റെ അവിടെ നിന്ന് ഇറങ്ങണത് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് ഏത് വ്ലോഗിലും ഏതെങ്കിലും ഒരു ഭാഗം എനിക്ക് എടുക്കാൻ പറ്റാത്തതുണ്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. ഇപ്പോൾ വീടെത്തിപ്പോൾ 7 മണി ഒരു സമയം. ചേച്ചിക്ക് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് വളകാപ്പിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നാളെയാണ് ചേച്ചിയുടെ വളകാപ്പ്. ഈ വ്ലോഗ് ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.